ഞാനിപ്പോൾ ഇത് പറയാൻ കാര്യം എന്താണെന്ന് വെച്ചാൽ കുറേ ആൾക്കാർ വല്ലാതെ അങ്ങ് വിഷമിക്കുന്നത് കണ്ടു. രാജ്യത്തിൻ്റെ പോക്ക് എങ്ങോട്ടാണ്? രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി ഏത് നേരം അമ്പലത്തിൽ പോയിരിക്കുന്നു, പൂജ ചെയ്യുന്നു, അവരങ്ങ് വിഷമിക്കുകയാണ്. ഇങ്ങനെ പോയാൽ എന്ത് ചെയ്യും, എന്തായിരിക്കും ഇൻ ഫ്യൂച്ചർ, അല്ലെങ്കിൽ ഒരു 10 ഇയേഴ്സ് കഴിഞ്ഞാൽ എങ്ങനെയിരിക്കും, 15 ഇയേഴ്സ് കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും രാജ്യത്തിൻ്റെ ഒരു ഗതി? നിങ്ങൾ ആരും പേടിക്കണ്ട. രാജ്യം എല്ലാ രീതിയിലും മുന്നോട്ട് തന്നെയാണ്. സയൻറ്റിഫിക്കലി ആണേലും സ്പിരിച്വലി ആണേലും വേൾഡ് റാങ്കിലാണേലും രാജ്യത്തിൻ്റെ പൊസിഷൻ ആൻഡ് പോപ്പുലേഷനിലാണേലും നമ്മൾ ഒന്നാമത് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ചില ആൾക്കാർ വായിൽ വരുന്ന ചീത്ത മുഴുവൻ 24 മണിക്കൂർ ഉരുവിട്ടുകൊണ്ടിരിക്കും, രാജ്യത്തെയും രാജ്യം ഭരിക്കുന്നവരെയും. അവരോട് ചോദിക്കുമ്പോൾ എന്തിനാ നിങ്ങൾ 24 മണിക്കൂർ ഇങ്ങനെ ചീത്ത വിളിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ അവർ പറയുന്നതാണ്, ഇന്ത്യ സെക്കുലറാണ്, ഇന്ത്യ ഡെമോക്രാറ്റിക് ആണ്, ഞങ്ങളാണ് അവരെ, അതായത് ജനങ്ങളാണ് തിരഞ്ഞെടുത്ത് വിട്ടത്. അപ്പോൾ അവർ നമ്മൾ പറയുന്ന പോലെ കേൾക്കാവുള്ളൂ. ഈ പറയുന്ന ആൾക്കാരല്ല തിരഞ്ഞെടുത്ത് വിട്ടതെന്നുള്ളത് വേറെ വിഷയം. അവർക്കൊക്കെ ഭയങ്കര പുച്ഛമാണ്, നമ്മുടെ ആൾക്കാർക്ക് ഭയങ്കര പുച്ഛമാണ്. അപ്പോൾ അത് അവരല്ല തിരഞ്ഞെടുത്തത്. പക്ഷേ ഏറ്റവും കൂടുതൽ റൂൾസ് ആൻഡ് റെഗുലേഷൻസ്, അത് ചെയ്യണം, ഇത് ചെയ്യണം, അങ്ങനെ പാടില്ല, ഇങ്ങനെ പാടില്ല എന്ന് പറയുന്നതും നമ്മുടെ ആൾക്കാർ മാത്രമേ ഉള്ളൂ. നോട്ട് ദ പോയിന്റ്. അതുപോലെ അവർ പറയുന്നതാണ് ജാതി അവർക്ക് ഭയങ്കര മതപരമാണ്. അവർ മതപരമായിട്ട് ഭയങ്കര പ്രശ്നക്കാരാണ്. മതപരമായിട്ട് പ്രശ്നമില്ലാത്തത് ഏത് ജാതിയാണുള്ളത്? മുസ്ലിം ജാതിയിലില്ലേ? അവർക്ക് എത്ര ഡിവിഷൻസ് ഉണ്ട്? ഷിയ, സുന്നി, സലാഫി. ആ ഷിയയും സുന്നികളും കൂടെയുള്ള വഴക്കൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അതുപോലെ ക്രിസ്ത്യൻസിനില്ലേ? യാക്കോബായി, ഓർത്തഡോക്സ്, ക്നാനായ, RC. ഈ ഓർത്തഡോക്സും യാക്കോബായും കൂടെ ഉള്ള അടി പേര് കേട്ടതാണ് അല്ലേ? അപ്പം ആരാരെയാണ് ഈ പറയുന്നത്? ആരാണ് ബെഹത്തറിൻ? ആരാണ് ബെറ്റർ? നിങ്ങൾക്ക് ഇവരെ മാത്രമേ കാണുന്നുള്ളൂ. അതുപോലെ ഇവരുടെ കുറ്റം മുഴുവൻ പറയുന്നത് നിങ്ങൾ ഏതാണ്ട് കോൺട്രാക്റ്റ് എടുത്ത പോലെയാണല്ലോ. നിങ്ങൾക്ക് എന്താണ് അവരോട് ഇത്ര ദേഷ്യം? അവരെന്താണ് എക്സ്ട്രാ കാണിച്ചത്? ഇത്രയും നാളും ഉണ്ടായിരുന്ന പാർട്ടി നിങ്ങൾക്ക് ഫേവറബിൾ ആയിരുന്നു, നിങ്ങൾക്ക്, അതായത് ഈ കുറ്റം പറയുന്ന ആൾക്കാർക്ക്. അതുകൊണ്ട് അവർ ഓക്കെ ആയിരുന്നു. അപ്പോൾ പോലും ഇവരാരും ഒന്നും പറഞ്ഞിട്ടില്ല നിങ്ങൾക്കെതിരെ. ഇപ്പം റൂൾ ചെയ്യുന്നവർ, അവർ സൈലൻ്റ് ആയിരുന്നു. പക്ഷെ അവർ കയറിയപ്പോൾ നിങ്ങൾക്കാണ് വിഷമം അല്ലേ? എന്താണ് അതിന് കാരണം? അത് ക്ലിയർ ആയിട്ട് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. കാരണം ഒരു കൂട്ടർ മാത്രമാണ് ഈ മെനക്കെട്ടിരുന്ന് ചീത്ത വിളിക്കുന്നത്, അതും നമ്മുടെ സ്റ്റേറ്റിൽ മാത്രം. അപ്പം പറയും നമ്മൾ പ്രബുദ്ധരാണ്, നമ്മൾക്ക് മാത്രമേ ഈ 29 സ്റ്റേറ്റിൽ, ഈ ഒരു സ്റ്റേറ്റിൽ മാത്രമേ ബുദ്ധിമാന്മാരുള്ളൂ, ബാക്കിയുള്ളവരെല്ലാം വേസ്റ്റാണ്, അതുകൊണ്ടാണ് അവർ സെലക്ട് ചെയ്തത് ഈ പാർട്ടിയെ. പക്ഷേ ഈ ബുദ്ധിമാന്മാരുടെ പാർട്ടി ഈ ഒരു സ്റ്റേറ്റിൽ മാത്രമേ ഉള്ളൂ എന്നതാണ് വേറൊരു രസം. ഉണ്ടായിരുന്ന സ്റ്റേറ്റിൽ അവരെല്ലാം ജീവനും കൊണ്ട് ഓടിപ്പോയി, ഈ പാർട്ടിക്കാരുണ്ടായിരുന്നത്. സോ ഈ ഒരു സ്റ്റേറ്റിൽ ബുദ്ധിമാന്മാരും ഈ ഒരു പാർട്ടിയും ഇരുന്നുകൊണ്ട് 24 മണിക്കൂറും ജപിച്ചുകൊണ്ടിരിക്കും കൺട്രിയെ കുറ്റം. സമ്മതിച്ചു തരണം കേട്ടോ നിങ്ങളുടെ ബുദ്ധി.